വാ വാ കേറ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? പ്രശ്നം ഉണ്ടായെന്നാ വൻ വിഷയം അവിടെ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനല്ലേ ഞാൻ വിളിച്ചു തോന്നുന്നു. കഴിഞ്ഞത് കഴിഞ്ഞ് ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ആരും വിളിച്ചിറക്കൊണ്ട് പോകില്ല. അനിയത്തിക്കുട്ടിയുടെ പേരെന്തായിരുന്നു? നന്ദന. നന്ദന, നന്ദു, നല്ല ഹൃദയമുള്ള പേര്. എന്നാ കിടന്നോളൂ, നമുക്ക് നാളെ സംസാരിക്കാം. സൗകര്യങ്ങൾ കുറച്ച് കുറവാണ്, പക്ഷെ എൻ്റെതായ രീതിക്ക് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. എടാ നീ എവിടെ കിടക്കൂടാ? അപ്പ ഞാൻ ഇവിടെ സോഫയിൽ കിടന്നോളാം. ശരിടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അനിയത്തിക്കുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, എന്താണിത്? ഏത് നന്ദു? ഇത് നന്ദന. അവൻ്റെ ഒരു പരിപാടികള്. കാതുകുത്തി എന്ന് വരും നിന്റെ പൊന്നോ. എനിക്കെന്തോ മൊത്തത്തിലെ പേടിയാണ്. ഇന്ന് മുതൽ നമുക്ക് പുതിയൊരു ലൈഫ് തുടങ്ങിയാണ്. ഹാപ്പി ആയിട്ടിരിക്കും. അല്ല, എന്നോട് മുന്നേ ഈ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പണ്ട് വയനാട്ടിൽ ഒരു റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞില്ലേ, അവിടുത്തെ ഷെഫായിരുന്നു പുള്ളി. അവിടുത്തെ എല്ലാവരെയും കണ്ണിലുണ്ണിയായിരുന്നു. പേടിക്കണ്ട, നിന്റെ അച്ഛനിൽ നന്നായിട്ട് വിശ്വസിക്കാം. അല്ല, ഇവിടെ സേഫ് ആണെന്ന് പറയുന്നു. നിന്റെ അച്ഛനായിരിക്കോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ. താങ്ക്സ് റാ. ഉറങ്ങണോണ്ടാണ് പിന്നെ വിളിക്കാൻ. ഞാൻ രാവിലത്തേക്കുള്ള ഫുഡ്, ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു. അത് കുഴപ്പമില്ല, സമയം കിട്ടണമല്ലോ, കഴിച്ചാൽ മതി. ഞാൻ ഉള്ളിലോട്ട് കയറിക്കോട്ടെ? പിന്നെ നിന്റെ വീട് നിന്റെ അനിയത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ചാവടി. ഇവിടെ ഒരു കുളിമുറിയല്ലേ, അത് ഈ റൂമിലാണ്. ഞാനപ്പോൾ രാവിലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു പുഴയുണ്ട്, അവിടെ പോയി കുളിച്ച്. നിനക്ക് പറയായിരുന്നില്ലേപ്പാ കാര്യം? അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചായ കുടിക്ക്. ഞാൻ പോട്ടെ. അടാ, അതെന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെക്കാട്ടിലും കൊള്ളാം. ആളൊരു മാന്യനാണ്. എടാ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇല്ല, വൈകിട്ടാണോ? ഓക്കെടാ. എന്തൊരു ടേസ്റ്റ് അല്ലേ പുള്ളി ഉണ്ടാക്കണ ആഹാരമൊക്കെ. എന്റെ അമ്മ പോലും ഇത്ര ടേസ്റ്റിൽ വെക്കാറില്ല. വയനാട്ടിൽ റിസോർട്ടുള്ള സമയത്തേ കാട്ടിയ ആൾക്കാർ വള്ളി തൂങ്ങിരുന്നു എന്റെ ഫുഡ് കഴിക്കാനായിട്ട്. കുരങ്ങന്മാരാണെന്നുള്ളു. ഇയാളുടെ ഒരു വളിച്ച തമാശ. ഓടി.